രണ്ടാമത്തെ കുട്ടി. അവർ വ്യത്യസ്തരാണ്, സ്വഭാവത്തിലും പെരുമാറ്റത്തിലും. കൊഞ്ചിച്ച് ആദ്യത്തെയാൾ ടു സെൻസിറ്റീവായി പോയി എന്നൊരു തോന്നലുണ്ടോ? പേടിക്കേണ്ട. സെൻസും സെൻസിബിലിറ്റിയും ബെല്ലും ബ്രേക്കുമില്ലാതെയാണ് രണ്ടാമത്തെയാളുടെ വരവ്. ഒരു സിംഹം ഒറ്റയ്ക്ക് വാഴുന്ന കാട്ടിൽ ഡയപ്പറിട്ട് വെറും കൈയോടെ കയറി ചെന്ന് സ്വന്തം സ്ഥാനം ഉറപ്പിച്ചവർക്ക് എന്ത് ചമ്മൽ, എന്തു കൊഞ്ചൽ, എന്തിനും ഏതിനും കൂട്ടുവേണ്ടവരാണ് ആദ്യത്തെയാളെന്ന് ആശങ്കയുണ്ടോ? പേടിക്കണ്ട. ചന്ദ്രനിൽ ഒറ്റയ്ക്ക് വിട്ടാലും പിടിച്ചു നിൽക്കുന്നവരാണ് രണ്ടാമത്തവർ. രണ്ടാമത്തെ കുട്ടി. അവർ വ്യത്യസ്തരാണ്, സ്വഭാവത്തിലും പെരുമാറ്റത്തിലും. കൊഞ്ചിച്ച് ആദ്യത്തെയാൾ ടു സെൻസിറ്റീവായി പോയി എന്നൊരു തോന്നലുണ്ടോ? പേടിക്കേണ്ട. സെൻസും സെൻസിബിലിറ്റിയും ബെല്ലും ബ്രേക്കുമില്ലാതെയാണ് രണ്ടാമത്തെയാളുടെ വരവ്. ഒരു സിംഹം ഒറ്റയ്ക്ക് വാഴുന്ന കാട്ടിൽ ഡയപ്പറിട്ട് വെറും കൈയോടെ കയറി ചെന്ന് സ്വന്തം സ്ഥാനം ഉറപ്പിച്ചവർക്ക് എന്ത് ചമ്മൽ, എന്തു കൊഞ്ചൽ, എന്തിനും ഏതിനും കൂട്ടുവേണ്ടവരാണ് ആദ്യത്തെയാളെന്ന് ആശങ്കയുണ്ടോ? പേടിക്കണ്ട. ചന്ദ്രനിൽ ഒറ്റയ്ക്ക് വിട്ടാലും പിടിച്ചു നിൽക്കുന്നവരാണ് രണ്ടാമത്തവർ. രണ്ടാമത്തെ കുട്ടി. അവർ വ്യത്യസ്തരാണ്, സ്വഭാവത്തിലും പെരുമാറ്റത്തിലും. കൊഞ്ചിച്ച് ആദ്യത്തെയാൾ ടു സെൻസിറ്റീവായി പോയി എന്നൊരു തോന്നലുണ്ടോ? പേടിക്കേണ്ട. സെൻസും സെൻസിബിലിറ്റിയും ബെല്ലും ബ്രേക്കുമില്ലാതെയാണ് രണ്ടാമത്തെയാളുടെ വരവ്. ഒരു സിംഹം ഒറ്റയ്ക്ക് വാഴുന്ന കാട്ടിൽ ഡയപ്പറിട്ട് വെറും കൈയോടെ കയറി ചെന്ന് സ്വന്തം സ്ഥാനം ഉറപ്പിച്ചവർക്ക് എന്ത് ചമ്മൽ, എന്തു കൊഞ്ചൽ, എന്തിനും ഏതിനും കൂട്ടുവേണ്ടവരാണ് ആദ്യത്തെയാളെന്ന് ആശങ്കയുണ്ടോ? പേടിക്കണ്ട. ചന്ദ്രനിൽ ഒറ്റയ്ക്ക് വിട്ടാലും പിടിച്ചു നിൽക്കുന്നവരാണ് രണ്ടാമത്തവർ. രണ്ടാമത്തെ കുട്ടി. അവർ വ്യത്യസ്തരാണ്, സ്വഭാവത്തിലും പെരുമാറ്റത്തിലും. കൊഞ്ചിച്ച് ആദ്യത്തെയാൾ ടു സെൻസിറ്റീവായി പോയി എന്നൊരു തോന്നലുണ്ടോ? പേടിക്കണ്ട. സെൻസും സെൻസിബിലിറ്റിയും ബെല്ലും ബ്രേക്കുമില്ലാതെയാണ് രണ്ടാമത്തെയാളുടെ വരവ്. ഒരു സിംഹം ഒറ്റയ്ക്ക് വാഴുന്ന കാട്ടിൽ ഡയപ്പറിട്ട് വെറും കൈയോടെ കയറി ചെന്ന് സ്വന്തം സ്ഥാനം ഉറപ്പിച്ചവർക്ക് എന്ത് ചമ്മൽ, എന്തു കൊഞ്ചൽ, എന്തിനും ഏതിനും കൂട്ടുവേണ്ട